ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ കപ്പിൾ വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിവിടെ മലേഷ്യയിൽ നിന്ന് വിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അതായത് ബാലിയിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഇന്തോനേഷ്യ. അപ്പം മലേഷ്യയിൽ ഞങ്ങൾ 2 nights ഉണ്ടായിരുന്നു, 3 days. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡായിട്ട് നന്നായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന പോലെ ഓടി ഞങ്ങൾ എല്ലായിടത്തും ഒക്കെ എത്തി. അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ്. ബാലിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 1:30-ക്കാണ്. ഇപ്പോൾ സമയം 10 മണിയായി. ബാലിയിലെ കാഴ്ചകളുമായിട്ട് നമുക്കിനി മുന്നോട്ടുള്ള വീഡിയോസ് കാണാം. അപ്പം ബൈ ടു മലേഷ്യ ആൻഡ് വെൽക്കം ടു ബാലി. ഇമിഗ്രേഷനിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അങ്ങനെ ഫൈനലി ബാലിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ ബാലി എയർപോർട്ടിലെ ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ സ്കൾപ്ചർ ഇങ്ങനെ ഓരോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ബാലി എയർപോർട്ട് കാണാനായിട്ട്. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഞങ്ങളുടെ ഗൈഡിന് വേണ്ടി ഞങ്ങളിങ്ങനെ അവിടെ പേരൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ റിസീവ് ചെയ്യാൻ വരുന്ന ആളാരാന്നുള്ളതിൻ്റെ. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് റൗണ്ട് ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ഞങ്ങളുടെ പേരൊക്കെ വെച്ച് ഞങ്ങളുടെ ഒരു ഗൈഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലി ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കറൻസി ചേഞ്ച് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ $US കൊടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ ഇന്തോനേഷ്യൻ റുപ്പീസ് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. അവിടുത്തെ 1 lakh എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 530 rupees. സോ ഒരു ബിരിയാണിക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് വേണം 1,00,000 രൂപ. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ കറൻസി മാനേജിങ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളങ്ങനെ കറൻസി ചേഞ്ച് ചെയ്തു, $US കൊടുത്ത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ സിം എടുക്കുക എന്നുള്ളതാണ്. അത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർപോർട്ടിൽ വെച്ച് എടുക്കുന്നത് വന്ന് വെച്ചാൽ ഭയങ്കര കത്തിയായിരുന്നു. സോ അവിടെ ലോക്കലിൽ തന്നെ നമ്മളൊരു സിം എടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡിന്നർ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ജിംബ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതൊരു സീ സൈഡ് ഏരിയ ആണ്. ഡിന്നർ നമ്മൾ റെസ്റ്റോറൻറ്റ് സീ സൈഡിൽ ഇരുന്നാണ് ഡിന്നർ കഴിക്കണം നമ്മൾ. ഇപ്പോഴല്ല കുറച്ചായിട്ട് ഈ ക്യാൻഡിൽ ലൈറ്റിന് പറഞ്ഞ ലൈറ്റൊക്കെ ഓഫ് ചെയ്തില്ലേ. നമുക്കിപ്പോൾ സൂപ്പ് കൊണ്ട് തന്നു. ഇതിനകത്ത് സ്റ്റീം റൈസും സാലഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലാണ്. ബീച്ചാണ് ഇവിടെ കൊണ്ട് കാണുന്നത്. കുഴപ്പമില്ല, ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫിഷാണ്, പ്രോൺസ്, ക്രാബ്, ഇങ്ങനെല്ലാം ലോബ്സ്റ്റർ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കായോ എന്നുള്ള ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയാണ്. എനിവേ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ.